ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മള് ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് 2018 ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. അതിന്റെ ടോപ്പിക് ആയിരുന്നിട്ടുണ്ടായിരുന്നത് മടിച്ചിയിൽ നിന്നും എങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് മാറാം എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്റെ ലൈഫിലെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നത്. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഫേസ് കാണിച്ചിട്ടല്ല വീഡിയോ ചെയ്തിരുന്നത്. ഞാൻ കുറെ നാളുകൾ എന്റെ ഫേസ് കാണിക്കാതെ 2018 മുതൽ 2020 വരെ നമ്മൾ ചെയ്ത വീഡിയോസിലൊന്നും നമ്മുടെ മുഖമില്ല, സംസാരവും അതുപോലെ തന്നെ നമ്മൾ ജോലികൾ ചെയ്യുന്ന സീൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഇപ്പൊ ഇത്രയും നാളായി നമ്മൾ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നത്. എന്നിൽ പോലും എനിക്ക് തോന്നുന്നു എന്റെ സംസാരത്തിലൂടെയാണ് നിങ്ങൾ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ എന്നെ കാണാതെ തന്നെ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു മടിച്ചിയിൽ നിന്നും ഒരു ചിട്ടയായിട്ടുള്ള വ്യക്തിയായിട്ട് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഞാൻ അങ്ങനെ പറയുന്നത് ഇപ്പോഴും ഞാന് നന്നായി ചെയ്യുന്നത് എനിക്ക് അത്രയ്ക്കും ഉള്ളിൽ തോന്നിയിട്ടില്ല. ഇനിയും ബെറ്റർ ആവാനുണ്ട് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഒരു ലൈഫിൽ എന്റെ ചെറുപ്പത്തിലെ ഒരു ക്യാരക്ടറും പിന്നീട് എങ്ങനെയാണത് മാറിയെന്നും ഒക്കെ ഞാൻ പറയാം. അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ ഫണ്ണായിട്ട് എൻജോയ് ചെയ്ത് നടക്കണം അങ്ങനത്തെ ഒരാളാണ്. നന്നായി സംസാരിക്കും, വേറെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തയോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പം മുതലേ ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഓർഗനൈസ്ഡ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകണം ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു കാര്യം ചെയ്യാറില്ല. എങ്ങനെയാ പോണേ അങ്ങനെ പോവും. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് അത്യാവശ്യം പഠിക്കലും അതൊക്കെ എന്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പഠിക്കുന്ന സമയത്തൊന്നും. പക്ഷെ ബാക്കി കാര്യങ്ങൾ, അതായത് ടൈം ടേബിൾ അനുസരിച്ച്, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ബുക്സ് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകണമെന്നോ, അല്ലെങ്കിൽ എന്റെ സ്റ്റഡി ടേബിൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ എന്റെ അലമാരി ഡ്രസ്സൊക്കെ കൃത്യമായിട്ട് വെക്കണമെന്നോ, അങ്ങനത്തെ ഒരു വക ചിന്തകളില്ല. എങ്ങനെയാ പോണത്, അലമാര എങ്ങനെ കിടക്കണം, അതീതൊരു ഡ്രസ്സ് എടുത്തിട്ട് പോകുന്നല്ലാതെ അത് അയൺ ചെയ്ത് ഉപയോഗിക്കുന്നത്, അങ്ങനെ ലൈഫിൽ ഒരു പ്ലാനിങ്ങും നമ്മുടെ ചില കുട്ടികൾ, എല്ലാവരും ഞാൻ പറയില്ല, എന്റെ കാര്യം ഞാൻ പറയണേ, ഞാൻ അങ്ങനെ ആയിരുന്നേ ഇല്ല, എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ലൈഫ് പ്രോപ്പർ ആയിട്ടൊന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് എനിക്ക് അങ്ങനെ ആവശ്യം തോന്നിയിട്ടില്ല. പക്ഷെ പലപ്പോഴും എന്റെ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ടീനേജറും ഒക്കെ ആ ഒരു പ്രായത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും എനിക്ക് നല്ല ടെൻഷനും സ്ട്രെസ്സും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പല അവസരങ്ങളിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും എനിക്ക് മാറണം എന്ന് തോന്നിയിട്ടില്ല. കാരണം എങ്ങനെ മാറണം, ഇതൊക്കെ എങ്ങനെ മാറ്റണം എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ളൊരു മടി, അത് എനിക്ക് മാറണ്ട, ഇങ്ങനെയൊക്കെ മതി, ഇത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പൊ എന്റെ ഒരു മനസ്സിലെ സ്റ്റുഡൻസ് എന്താണ്, നമ്മൾ പോവും, പഠിക്കും, വരും, ആ മാർക്കൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊക്കെ മതി, ഇതൊക്കെ ഇപ്പൊ എത്ര വലിയ അത്യാവശ്യമുള്ള കാര്യമാണോ എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. അങ്ങനെ ഞാന് കല്യാണം കഴിഞ്ഞപ്പോഴാണ് എന്റെ ലൈഫില് പ്ലാനിങ്ങിനും ഓർഗനൈസിങ്ങിൽ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫ് നമ്മൾ ശരിക്കും ഒന്ന് കാണുന്നത്. അതുവരെ എനിക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ടെൻഷൻസ് ഒന്നും നമുക്ക് ഇല്ലല്ലോ, നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ, ഞാൻ പണ്ട് മുതലേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പഠിക്കേണ്ടതായിരുന്നല്ലോ, അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ പക്ഷെ എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ചേട്ടനാണെങ്കിൽ എന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറായി. നമുക്ക് എപ്പോഴും അങ്ങനെ നമ്മുടെ പാർട്ട്നേഴ്സിനെ കിട്ടുക, നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിരിക്കും. ഞാൻ എന്നായിരുന്നില്ലേ, എനിക്ക് മടിയാണ്, ഞാൻ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല, ഒരു പ്ലാനിങ് ഇല്ല, ഒരു കാര്യത്തിലും ഒന്നുമില്ല. ഞാൻ ഇന്നത്തെ കാര്യം ആ മിനിറ്റിലെ കാര്യം അപ്പം ആലോചിക്കുള്ളൂ, അല്ലാതെ നാളെ എന്താണെന്നുള്ള ഒരു ആലോചന ഒന്നും എനിക്കില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായി പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത്, എന്നാലും അത്യാവശ്യം ഫൺ ലവിങ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ അന്ന് അത്യാവശ്യം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ക്യാരക്ടറിനൊപ്പം എനിക്ക് തോന്നി, ഇതെന്ത് ഇങ്ങനെ, ഞാൻ ആദ്യമായിട്ട് അതൊക്കെ കാണുന്നത്, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ട് അതൊക്കെ. അപ്പൊ തുടക്കത്തിൽ എനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല, നമ്മൾ ശീലിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് അത് നന്നായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ നന്നായി വരുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ഒരു ക്യാരക്ടറിൽ എനിക്ക് തോന്നിയ ഒരു ഗുണം എനിക്ക് എന്തെന്ന് വെച്ചാല്, എന്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയും അത് ക്ലിയർ ചെയ്ത് ശരിയാക്കണം എന്നൊരു ആഗ്രഹം എന്റെ ഉള്ളിൽ എനിക്ക് ഉണ്ടായിരുന്നു. അതിനുള്ള വഴികളും ഞാൻ ആദ്യമേ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, എന്നെ ഗൈഡ് ചെയ്യാനും എനിക്ക് അത് മനസ്സിലാവാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ ഡിസോർഗനൈസ്ഡ് ആയിട്ടും ഒരു മടി പിടിച്ച ഒരാളായി മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞപ്പോ അത് എന്റെ ലൈഫിൽ ചേഞ്ച് വരുത്തണം എന്ന് എനിക്ക് തോന്നി. അത് പഠിക്കുന്ന സമയത്തായാൽ പോലും എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു ആദ്യത്തിലൊക്കെ. അപ്പൊ എനിക്കത് അത്ര വലിയ പ്രോബ്ലം തോന്നിയിരുന്നില്ല. പക്ഷെ 8ലും 9ലും പഠിക്കുമ്പോൾ അതിന്റെ ഓർമ്മ, ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ. അങ്ങനെ ആ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കി ഞാൻ അതുപോലെ നന്നായി എങ്ങനെ എഴുതാമെന്ന് ഞാൻ സ്വയം എഴുതി എന്റെ ഹാൻഡ് റൈറ്റിംഗ് എന്റെ ഉള്ളിലുള്ള ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് ചെയ്ത് പഠിച്ചു. അപ്പൊ പണ്ട് മുതൽക്ക് എന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ട്, ഒരു കാര്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ ഞാൻ പരമാവധി എവിടെയെങ്കിലും എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ചെയ്യും.
അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ എന്റെ ലൈഫിലുള്ള ഈ ഒരു മടി പ്ലാനിങ് ഇല്ലായ്മയുടെ ഒക്കെ ഒരു പ്രോബ്ലം എനിക്ക് മനസ്സിലായത് വിവാഹശേഷമാണ്. കാരണം ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പഠനവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്ന് വെച്ചാൽ കുറച്ച് പണിയാണ്. എന്റെ ഹസ്ബൻഡിനെ നന്നായിട്ട് എന്നെ ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പഠിക്കുന്ന സമയത്തൊക്കെ. എന്നിരുന്നാൽ പോലും എന്റെ കുറച്ച് പ്ലാനിങ് എന്റെ പഠനത്തിന്റെ സമയത്ത് എനിക്ക് ആവശ്യമുണ്ട്, അത് എന്റെ ഹസ്ബൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ മടി കാരണമൊക്കെ തന്നെ പഠനവും വീട്ടിലെ കാര്യങ്ങളും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യമായിരുന്നു. മാത്രമല്ല കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രാജുവലി ആണ് അത് ഓരോന്നും പഠിച്ചത്. അപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരു ഇയർ അങ്ങനെ പോയി. പിന്നെയാണ് എന്റെ മകള് ജനിക്കുന്നത്. അപ്പൊ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴാണ് പിന്നെ നമ്മുടെ അടുത്ത വലിയൊരു ഫേസ് എന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ കുഞ്ഞ് വന്നു. അപ്പോഴും എനിക്ക് പ്ലാനിങ്ങിനെ കുറിച്ച് ഓർഗനൈസിംഗ് ഒന്നും ഞാൻ ശരിയായിട്ടില്ല. കാരണം നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് ഒരു ഓർഗനൈസ് ഇല്ലാത്ത ആള് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ പിന്നെ കുഞ്ഞ് വന്നു, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അത് ഭയങ്കര പാട് തന്നെയാണ്, നമുക്ക് നല്ല സ്ട്രെസ് തന്നെയാണ്. എന്നിട്ട് പോലും ഞാൻ പരമാവധി എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോഴൊക്കെ എന്റെ ഹസ്ബൻഡാണ് എങ്ങനെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നെ കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേ നമ്മള് ഇത്തിരി കൂടി പ്ലാൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കുറച്ച് പ്ലാനിങ് അത്യാവശ്യമാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്ലാനിങ്. അതാണ് നമ്മുടെ ലൈഫില് പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ എല്ലാം പ്ലാൻ പോലെ നടക്കില്ല, പക്ഷെ ജസ്റ്റ് പ്ലാൻ. എന്താണ് നമ്മൾ അടുത്ത ദിവസം ചെയ്യേണ്ടത്, ഒരു ഐഡിയ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ ആ ദിവസത്തിൽ ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നടക്കണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്കൊരു ഐഡിയ, ഒരു വിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരുവിധം നമുക്ക് ആ പ്ലാൻ പോലെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഞാനിപ്പോ പഠിച്ചിരുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ അടുത്ത ദിവസം എന്ത് ഡ്രസ്സ് ഇടണം അത് നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ എന്റെ കുഞ്ഞിന് വേണ്ട ഫുഡ് ആയാലും കാര്യങ്ങളായാലും എന്തൊക്കെ കൃത്യമായിട്ട് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്തത് കറക്റ്റ് ആയിട്ട് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലാനിങ് ഉണ്ടാവുമ്പോൾ സ്ട്രെസ് കുറവായിരിക്കും, ടൈം സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താ പറയാ തിക്കും തിരക്കില്ലാതെ പ്രോപ്പർ ആയിട്ട് കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ പ്ലാനിങ് കൊണ്ടുവന്നതാണ് എന്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന ആദ്യത്തെ ഏറ്റവും വലിയൊരു മാറ്റം. അപ്പൊ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്റെ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എനിക്ക് അത് സെറ്റ് ആക്കി വെക്കാൻ പറ്റും. എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന അനുസരിച്ച് ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ തുടങ്ങി. എന്റെ പഠനം ഞാൻ അതിന്റെ ഒപ്പത്തിന് തന്നെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റി. കാരണം അവളുടെ ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ട് കിട്ടുന്ന സമയം ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പ്ലാനിങ് ആണ് എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ വരുത്തിയൊരു മാറ്റം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ലൈഫിൽ അടുത്തായിട്ട് കൊണ്ടുവന്നൊരു മാറ്റം. അപ്പൊ ഞാൻ പ്ലാനിങ്ങും കാര്യമൊക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ പോലും എന്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ കൂടി ശരിയാക്കാണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് ഒരാളല്ല. എന്റെ ഡ്രസ്സുകളായാലും ഒതുക്കി വെക്കുന്ന കാര്യത്തിലായാലും കിച്ചൺ ആയാലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലായാലും അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ ഓർഗനൈസ്ഡ് ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനെനിക്ക് മോട്ടിവേഷൻ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും അതോടൊപ്പം തന്നെ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നൊക്കെയാണ് കേട്ടോ. എന്താ വെച്ചാല് ഞാൻ ആ സമയത്തൊക്കെയാണ് യൂട്യൂബ് കുറേയും കൂടി കാണാനായിട്ട് തുടങ്ങിയത്. അതായത് ഒരു 2010, 11, 11 ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ യൂട്യൂബ് കാണാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ അന്നൊക്കെ ഇംഗ്ലീഷുകാരുടെ ചാനൽസ് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ ഫോറിൻ ചാനൽസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിലുള്ള വീഡിയോസ് ആണ്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ക്ലീനിക് മോട്ടിവേഷൻ വീഡിയോസ് കണ്ടത്. അപ്പൊ അതിലാണ് ഞാനിങ്ങനെ ഓർഗനൈസിങ് വീട് ഒതുക്കി വെക്കുന്ന വീഡിയോസ് കാണാം. അപ്പൊ അതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി, വീട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടും ഓർഗനൈസിന്റെ വീഡിയോസ് എന്തിനിങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കും. എനിക്ക് അത്ഭുതം തോന്നിയത് എന്തിനാ ഇത്ര പോസ്റ്റ് ചെയ്യാൻ. പക്ഷെ എനിക്കതിങ്ങനെ കാണും തോറും എനിക്കൊരു ആഗ്രഹം തോന്നാൻ തുടങ്ങി. വീട് ഒതുക്കിയിടണം, വീട് വൃത്തിയാക്കിയിടണം, അതിന്റെ ഒരു ആവശ്യം എനിക്ക് ആ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര മോട്ടിവേഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വീട് മെയിൻറ്റെയിൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും എന്നെ സഹായിച്ച ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് തന്നെയാണ്. അതുകൊണ്ടാണ് എന്റെ ലൈഫിലെ അടുത്തൊരു സ്റ്റെപ്പ്, അതായത് ഓർഗനൈസിങ് ഹോം, ആ ഒരു സ്റ്റെപ്പിലോട്ട് എത്തിയതിന്റെ റീസൺ യൂട്യൂബ് തന്നെയാണ്. അപ്പൊ അത് കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയി. എനിക്ക് വീട് ഒതുക്കണം, അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ വീട് അങ്ങോട്ട് ആകെ ശുദ്ധീകരിക്കാൻ ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസം ഓരോ റൂം ഇങ്ങനെ എടുത്ത് ഒതുക്കല് ഫുൾ പരിപാടി. അപ്പൊ ചേട്ടനോട് പറഞ്ഞു, ദേ വയ്യാണ്ടാവും എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യേണ്ടത്. പക്ഷെ മോട്ടിവേഷൻ അത്രയ്ക്ക് അധികം ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് കണ്ടിട്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റിയില്ല. ഞാനിങ്ങനെ ഓരോ റൂമുകളായിട്ട് ഒതുക്കി അവസാനം എനിക്ക് വയ്യാണ്ടായോട് കൂടിയാണ് ഞാൻ നിർത്തിയത്. കാരണം എനിക്ക് എല്ലാം കൂടി ആയിട്ട് ആകെ ടയേർഡായി, ഞാൻ വയ്യാണ്ടായി, ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എന്റെ വയ്യായിക മാറിക്കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ വലിച്ചിട്ട് ചെയ്യുന്ന അർത്ഥമില്ല. ഞാൻ ഓരോ റൂമുകളായിട്ട് സ്ലോ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്തു. ഞാൻ എന്റെ വീട് മൊത്തത്തിൽ അങ്ങോട്ട് ഒതുക്കിയൊക്കെ സെറ്റാക്കി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ഓരോ റൂമുകളും പോയി ഞാൻ അങ്ങനെ നോക്കും, നല്ല ഭംഗിയായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ വീട് കുറെ കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്നാലാണ് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പോലെ പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന്. കാരണം ഓരോ ഐറ്റംസിനും നമ്മുടെ വീട്ടിൽ അതിൻ്റെതായ സ്പേസ് ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അവിടേക്ക് വെക്കുക. അപ്പോൾ അത് കൃത്യമായിട്ടൊരു ഓർഗനൈസിങ് സിസ്റ്റം നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും കുട്ടികൾക്കായാലും അത് ഫോളോ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വീട് ഓർഗനൈസ് ആയപ്പോൾ തന്നെ എന്റെ പണി പകുതി കുറഞ്ഞു.
കാരണം അത് എനിക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയായി എനിക്ക്. അപ്പൊ അങ്ങനെ ഓർഗനൈസിങ് എന്ന് പറഞ്ഞ സ്കില്ല് പഠിച്ചത് നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. ഇനി മൂന്നാമത്തെ കാര്യം, വീടൊക്കെ നമ്മൾ ഓർഗനൈസ് ഒക്കെ ചെയ്ത് വെച്ചു. അപ്പോഴാണ് അടുത്ത പ്രോബ്ലം വരുന്നത്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അപ്പൊ ഓർഗനൈസ് ചെയ്ത് വെച്ച കുറച്ച് ദിവസങ്ങളൊക്കെ അത് നല്ല അടിപൊളിയായിട്ടിരുന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പതിയെ നമുക്ക് തിരീക്ഷം മടിയും കാര്യമൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ചിട്ടയുള്ള ഒരാളും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ഒതുക്കിയ ഏരിയൊക്കെ അലംഭാവം വൃത്തികേടാവാൻ തുടങ്ങി. അങ്ങനെ വൃത്തികേടാവാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ, ഇത് എന്തെങ്കിലും വൃത്തികേടാവണം, എന്താണ് അത് മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ഒതുക്കിയൊക്കെ വെച്ചെങ്കിൽ പോലും അതില് ഐറ്റംസ് നമ്മള് എന്താ പറയാ അധികമാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് അധികം ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഒതുക്കിയാലും കുറെ കഴിയുമ്പോൾ അത് വൃത്തികേടാവാണ്. കാരണം ഒരു സ്പേസിൽ വെക്കാൻ പറ്റാത്തതിൽ കൂടുതൽ സാധനങ്ങൾ ഞാനത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരെണ്ണം എടുക്കണമെങ്കിൽ ഞാൻ മറ്റേ ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റിയൊക്കെ എടുത്ത് വരിപ്പിക്കും. അതൊക്കെ അലങ്കോലാവും. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യാണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതവിടെ ഇട്ടിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, ഒതുക്കുന്നതിൽ മാത്രം കാര്യമില്ല, നമ്മളത് ഒതുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കാത്ത ആവശ്യമില്ലാത്ത ഐറ്റംസ് നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റണം. പ്രത്യേകിച്ച് ഇപ്പൊ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അളവൊന്നും പാകില്ല, അല്ലെങ്കിൽ സൈസ് കൂടുതലോ കുറവോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. നാശമായി പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സായാലും അളവ് കുറഞ്ഞു പോയി നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല, അപ്പൊ അത് മാറ്റണം. അപ്പൊ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഐറ്റംസ് എടുത്ത് മാറ്റി ഒതുക്കുമ്പോഴാണ് നമ്മൾ ഒതുക്കുന്നതിൽ ഒരു അർത്ഥമുള്ളൂ. അതോടൊപ്പം തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഒരുപാട് ഐറ്റംസ് ഉണ്ടാവുമ്പോൾ നമുക്ക് അത് ഒതുക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ ഡീക്ലട്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുകയും, നിങ്ങൾ ചാനൽ തുടങ്ങിയ കാലത്ത്, അത് 2018 വർഷത്തിൽ നമ്മൾ ചാനൽ തുടങ്ങിയത്, ആ സമയത്ത് ഞാൻ ഒരു ചാലഞ്ച് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഐറ്റംസും, അതായത് നമ്മുടെ വീട്ടിലുള്ള ഓരോ ഐറ്റംസും ഓരോ സെക്ഷൻ തിരിച്ച് നമ്മൾ ഒതുക്കി പോയിട്ടുണ്ടായിരുന്നു. അതായത് പേപ്പർ ഡോക്യുമെന്റ്സ് നമ്മൾ ഒതുക്കും അല്ലെ, അത് ഓർമ്മ വീഡിയോ കണ്ടവർക്ക് അറിയാം. അതുപോലെ തന്നെ ഷൂ, ഇപ്പൊ നമുക്ക് കുറെ ഷൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കി അതെല്ലാം ആവശ്യമില്ലാത്ത മാറ്റി ഒതുക്കും. തുണികൾ ഒരു ദിവസം ഒതുക്കും, ബാഗുകൾ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഓരോ കാറ്റഗറി ഇട്ടോ എന്താ വെച്ചാല് അങ്ങനെ ഒതുക്കുന്ന രീതിയിൽ ഞാൻ ഓരോ ദിവസവും ഒരു മാസം ഒരു ചാലഞ്ച് പോലെ എടുത്തിട്ട് ഡീക്ലട്ടറിംഗ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അതാണ് എന്റെ ലൈഫിൽ വരുത്തിയ 4ാമത്തെ മാറ്റം. ഇനി നമ്മുടെ 5ാമത്തെ പോയിന്റ് ആണ് ഇതിലെ ഏറ്റവും, ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, റുട്ടീൻ. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ്. അപ്പോൾ റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യത്തില് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി അവരുടെ ഒരു 3-4 വയസ്സ് വരെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യാൻ. എനിക്ക് പറ്റിയിട്ടൊന്നുമില്ല. എന്റെ മക്കള് രണ്ടുപേരും സ്കൂളിലോട്ട് പോയി തുടങ്ങി ആ ഒരു ഏജിലേക്ക് എത്തിയപ്പോഴാണ് റുട്ടീൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റി തുടങ്ങിയത്, സമയം മാനേജ് ചെയ്യാൻ. കാരണം അവർക്ക് ഇപ്പൊ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ടൈം കൃത്യമായിട്ട് അവരത് ഫോളോ ചെയ്യും. പക്ഷെ മക്കള് വീട്ടിൽ ഫുൾ ടൈം ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാണ്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ റുട്ടീൻ ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ ടൈം മാനേജ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ടൈം എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് എങ്ങനെ പഠിക്കാമെന്നാണ് പിന്നെ ഞാൻ ശ്രമിച്ചൊരു കാര്യം. അപ്പൊ അത് ഓരോ നമ്മുടെ ലൈഫിലെ ഓരോ സാഹചര്യം അനുസരിച്ച് മാറ്റി ഓരോ സമയത്ത് നമ്മൾ കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ആദ്യം വിവാഹം കഴിഞ്ഞ സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ അബ്രോഡ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങൾക്കും. പക്ഷെ അതിനുശേഷം ഞാൻ പിന്നീട് ഒരു 8 കൊല്ലത്തോളം നാട്ടില്, ഹസ്ബൻഡ് നാട്ടിൽ, അവിടെയും ഞാൻ ഇവിടെ നാട്ടിൽ സെറ്റിൽ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലെ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ, പുറത്തു പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പൊ അങ്ങനെ അതെല്ലാം മാനേജ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റും ഇതെല്ലാം കൃത്യമായിട്ട് വന്നാലാണ് അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് പലപ്പോഴും ടെൻഷൻ സ്ട്രെസ്സും തന്നെയായിരിക്കും. കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ദേഷ്യം വരും. അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കാനാണ് ഞാൻ പരമാവധി ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ആ സമയം മാനേജ് ചെയ്ത് ചെയ്യാന്നുള്ളതും റുട്ടീൻ ഫോളോ ചെയ്യാന്നുള്ളതും. അപ്പൊ അതില് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ചെയ്യേണ്ട ജോലികളുണ്ടല്ലോ ഡെയിലി കൃത്യമായിട്ട് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് ആ ടൈമിൽ അത് ചെയ്ത് തീർക്കുക. അത് ചെയ്ത് തീർത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ച് ഫ്രീ ടൈം കിട്ടും. ആ ഫ്രീ ടൈം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പൊ കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴേ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതില് എന്തൊക്കെ ജോലികളാണ് അതിൽ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കുക. ചില കാര്യങ്ങള് നമ്മൾ മറ്റുള്ളവരെ സംപ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കും. നമ്മുടെ സമയം അപ്പൊ പോവുകയും ചെയ്യും. അത് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യം അവർക്ക് നമ്മൾ അവരെ ബാക്കിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഒരു ഏജ് വരെ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ അവരെ സ്വയം ചെയ്യാൻ പഠിക്കണം. അവർ ചെയ്യുന്നില്ലെങ്കിൽ അവര് ചെയ്യണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എഫേർട്ടും ടൈമും ഒരു പ്രായം കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ജീവിതകാലം മൊത്തം അവരുടെ പിന്നാലെ നിൽക്കേണ്ടി വരും. അപ്പൊ അവർ ചെയ്യേണ്ട കുറെ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് വീട്ടിലെല്ലാവർക്കും ബാധകമാണ്. അത് അവര് ചെയ്യണം. എല്ലാം കൊണ്ട് നമ്മുടെ തലയിൽ കൊണ്ടിട്ടാൽ നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എല്ലാവരുടെയും കാര്യം നമ്മൾ തലയിൽ കയറ്റി വെക്കാതെ, ഓരോരുത്തർക്ക് നമ്മളെ പോലെ തന്നെ അറിവും ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയാലോ. അപ്പൊ അത് അവരാ ചെയ്യട്ടെ. നമ്മൾ എന്തിനാ എല്ലാവരും ജോലി തുടക്കമേ നമ്മൾ തലയിലെടുത്ത് വെച്ചാലേ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല.
ചിലപ്പോൾ പലർക്കും നമ്മളോട് ദേഷ്യം തോന്നും, ഇഷ്ടമില്ലായ്മ തോന്നും. എനിക്ക് ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ ഞാൻ അവരെ വിഷമിപ്പിക്കേണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അതൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ആ പോളിസി അങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മൾ മറ്റുള്ളവരെ വിഷമം നോക്കാൻ പോയില്ലേ, നമ്മുടെ ലൈഫാണ് പോണത്. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മുടെ സമയമാണ്, നമ്മൾ എന്ത് മാനേജ് ചെയ്യണം നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ഇത്രയും വലുതായി ഇല്ല, അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ. ആ കാര്യത്തിലൊക്കെ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡ് ആയാലും ബാക്കിയുള്ളവരായാലും ആരായാലും നമ്മളെല്ലാ കാര്യം കൂടി തലയിലെടുത്ത് വെക്കാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ആ കാര്യം ചെയ്തില്ല എന്നുള്ളത് അവിടെ കിടന്നോട്ടെ. അപ്പൊ അതാണ് ടൈം മാനേജ്മെന്റും റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. പിന്നെ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പോൾ റുട്ടീൻ ഫോളോ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അവരൊരു ഏജ് എത്തണ വരെ സ്കൂളിലേക്ക് പോയി തുടങ്ങിയാൽ നമുക്കൊന്ന് ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ ശ്രമം നമ്മൾ നിർത്തരുത്. നമ്മൾ കുറച്ച് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും ആ ഒരു റുട്ടീനിലോട്ട് വരും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ അത് തുടക്കമേ ചെയ്യണം. ഒരു കാര്യം കൊളായി കഴിഞ്ഞിട്ട് എല്ലാം പോയി ഒന്നുമില്ലാത്ത സമയത്ത് നമ്മൾ ശരിയാക്കാൻ പോയാൽ കാര്യമില്ല. തുടക്കമേ ശ്രദ്ധിച്ചാൽ നന്നായി. ഇനി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇന്ന് മുതൽ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫ് ചിട്ടയായിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ഇതുവരെയുള്ളത് ഡിസ്കസ് ചെയ്തു. ഇനി ഏറ്റവും ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്തതിന്റെ ഒരു മെയിൻ റീസൺ നമ്മുടെ നെഗറ്റീവ് ചിന്തകളും നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ചില വ്യക്തികളും ഒക്കെ ആയിരിക്കും. അപ്പൊ ചില സമയത്ത് നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകൾ ടോട്ടലി കട്ട് ചെയ്യണം. അതുപോലെ ഇങ്ങനത്തെ നെഗറ്റീവ് ആളുകളെ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യവും വരും. കാരണം ചിലപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈ ഒരു പ്ലാനിങ്ങും ഓർഗനൈസും പ്രോപ്പറായിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. കാരണം ചിലവർ നമ്മൾ എത്ര ശരിയാക്കാൻ പോയാലും കാര്യമില്ല, അവർ ശരിയാവില്ല. അപ്പൊ എന്ത് പറ്റും, അവരെ ശരിയാക്കാൻ നിൽക്കുന്ന ആ ഒരു ടൈമും ആ എടുക്കുന്ന എഫേർട്ടും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമയത്തെയും നഷ്ടപ്പെടുത്താണ്. നമ്മുടെ ജീവിതമാണ് അവിടെ പോണത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ നോക്കിയിട്ടും ലൈഫ് കൊണ്ടുപോകാൻ പോവാണെങ്കിൽ നടക്കില്ല. അപ്പൊ നമ്മളെ തന്നെ പ്രയോറിറ്റി ആയിട്ട് വെച്ചിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. നെഗറ്റീവായ ആളുകള് നമ്മുടെ എത്രയും ക്ലോസ് ആയാൽ പോലും ചിലപ്പോ നമുക്കത് ഭയങ്കര നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി നിർത്താണ്ട് പറ്റില്ല, രക്ഷയില്ല. എനിക്ക് വേറെ ഒരു വഴി എനിക്ക് അതിനെ അറിയുന്നില്ല. പണ്ടൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് സാക്രിഫൈസ് ചെയ്തും ക്ഷമിച്ചും നമുക്ക് കുറേ നോക്കാന്ന്. പക്ഷെ കാര്യമില്ല. ഒരു പരിധി വിട്ടു കഴിഞ്ഞാലേ നമ്മളെ തന്നെ എഫക്ട് ചെയ്യാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മടിച്ചിയിൽ നിന്നും ഒരു ഓർഗനൈസ്ഡ് വ്യക്തിയായിട്ട് മാറാനായിട്ട് പറ്റും. എന്റെ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് സംസാരിക്കാൻ തന്നെ പറ്റുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീ ടൈം കൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങാനും നിങ്ങളുടെ മുന്നിലോട്ട് വരാനും ഒക്കെ എനിക്ക് ഉള്ള കാരണം ഈ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് കിട്ടിയ എക്സ്ട്രാ ടൈമാണ്. അപ്പൊ അതിന് ഉള്ള മോട്ടിവേഷൻ നൽകിയതും എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്രിയേറ്റീവ് കാര്യം നിങ്ങൾ ചെയ്യ് എന്ന് പറഞ്ഞത് ചേട്ടൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇതിൽ വന്ന് ഇങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്നെ പോലെ തന്നെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ആവും ഇങ്ങനത്തെ ഈ ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത്. പിന്നത്തെ ഒരു കാര്യം ഞാൻ ഇതിൽ നിന്ന് വന്നത് എനിക്കിതൊക്കെ വലിയ കാര്യമായിരുന്നു ഞാൻ പറയട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമാവില്ല. ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എല്ലാം വന്നത് എന്റെ ലൈഫിലുള്ള ഈ ഒരു മാറ്റങ്ങൾ കൊണ്ടാണ് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇതൊക്കെ കിട്ടിയത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നത് ഞാൻ എന്റെ ലൈഫിലെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് തീർത്തു എന്നുള്ള ഒരു സന്തോഷത്തിന്റെ ഇതിൽ നിന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലുള്ള ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിച്ചാൽ മതി, നമുക്ക് പറ്റും. ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ കുറിച്ച് വിഷമിക്കാതെ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഓർത്ത് നെഗറ്റീവ് അടിക്കാതെ വിഷമിക്കാതെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും അവരുടെ ജീവിതങ്ങൾ അതിൻ്റെതായ വിഷമങ്ങളുണ്ട്, എല്ലാവർക്കും ഉണ്ട് ഓരോ പ്രശ്നങ്ങള്. അപ്പൊ അതൊക്കെ തരണം ചെയ്തിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പൊ നമ്മള് മൈൻഡ് എപ്പോ നെഗറ്റീവ് ആവണോ അപ്പൊ നമ്മളും ഡൗൺ ആയി പോവും. അതൊരിക്കലും അനുവദിക്കരുത്. നമ്മൾ പോസിറ്റീവായിട്ട് നിന്നാലാണ് നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മുടെ മക്കൾക്കും ആ ഒരു എനർജി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് ജേർണിയിൽ മടിച്ചിയിൽ നിന്നും ചിട്ടയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റട്ടെ എന്ന് അതിന്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.